വയനാട് പ്രചാരണത്തിൽ CPIയെ അവഗണിച്ചെന്ന ഒരു വിഭാഗം നേതാക്കൾ. CPIM പാലക്കാടും ചേലക്കരയും മാത്രം ശ്രദ്ധിച്ചു. സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിലും CPIക്കുള്ളിൽ വിമർശനമുയർന്നു. വിജയസാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ മുതിർന്ന നേതാവായ സത്യൻ മൊകേരിയെ സ്ഥാനാർത്ഥിയാക്കേണ്ടിയിരുന്നില്ല എന്നാണ് അഭിപ്രായം. ഷബീദ് റാവുത്തർ ചേരുന്നു വിശദാംശങ്ങളുമായി. ഷബീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ 6 മാസത്തിനുള്ളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതിൽ ഇത്രയധികം വോട്ട് ചോർച്ച എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം അത് CPI നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. മുന്നണി വോട്ടുകളടക്കം ചോർന്നു പോയതിൽ കടുത്ത അതൃപ്തി CPIയിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുമുന്നണി എന്ന രീതിയിൽ പാലക്കാടും ചേലക്കരയിലും നൽകിയ പ്രാധാന്യം CPIM വയനാട്ടിൽ നൽകിയില്ല പ്രചാരണത്തിന്. അതുമൂലമാണ് ഇത്ര കാര്യമായ വോട്ട് ചോർച്ച എന്ന അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനം CPIയിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ വയനാട്ടിൽ പരാജയം ഏതാണ്ട് ഉറപ്പായിരുന്നെങ്കിലും ആനി രാജയ്ക്ക് കിട്ടിയതിൽ 71,616 വോട്ടുകളാണ് ചോർന്നു പോയത്. അതേസമയം ഈ വിജയസാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ മുതിർന്ന നേതാവായ സത്യൻ മൊകേരിയെ സ്ഥാനാർത്ഥിയാക്കിയതിലും CPIക്കുള്ളിലെ ഒരു വിഭാഗത്തിന് പ്രശ്നങ്ങളുണ്ട്. BJP ചെയ്തതുപോലെ യുവനിരയിറക്കി ഭാവിയിലേക്ക് സജ്ജമാക്കണമായിരുന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജയ്ക്ക് ലഭിച്ചതിൽ 90% പാർട്ടി മുന്നണി വോട്ടുകളായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ വന്നാൽ കഴിഞ്ഞ തവണ ആനി രാജയ്ക്ക് കിട്ടിയ CPI വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചുവെന്നാണ് പാർട്ടി നേതാക്കളുടെ വിലയിരുത്തൽ. ഇത് സ്വാഭാവികമായും മുന്നണി യോഗത്തിൽ CPI ഉയർത്തും. CPIയെ സംബന്ധിച്ച CPI നേതൃയോഗത്തിൽ അത് വലിയ ചർച്ചയാവുകയും ഒരുപക്ഷെ നേതൃത്വത്തിന്റെ വിമർശനമായി മാറുകയും ചെയ്യും. താങ്ക് യു ഷബീദ് റാവുത്തർ.